ഓക്കെ, അപ്പം നമ്മുടെ വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഇതിനകത്ത് ഫ്രീ ആയിട്ടിരിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ ഇത് ഏറ്റവും കുറഞ്ഞ സെറ്റപ്പിൽ, അതായത് ഏറ്റവും ചീപ്പായിട്ട് ചെയ്യുന്ന പരിപാടി ഞാൻ പറഞ്ഞു. അല്ലേ നമുക്കിപ്പോൾ ലെയ്ത്തിൽ കൊണ്ടുപോയിട്ട് ഇവിടെ വേറൊരു ഹബ്ബായിട്ട് തന്നെ ചെയ്തെടുക്കാം. പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ R15 V2 ഒരെണ്ണം എടുത്തായിരുന്നു. അപ്പം ഇത് നമുക്ക് R1 ക്രോസ് മില്ലിലോട്ട് കൺവേർഷൻ ചെയ്യാനുള്ള വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഹെഡൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് നമ്മൾ ഫൈബർ മേടിച്ചിട്ട്, ഫൈബർ ബിൽഡ് ചെയ്യുന്ന ആ പാർട്ട് മേടിച്ചിട്ട് വേറെ കിറ്റ് ഉണ്ടാക്കിയെടുക്കാനുള്ള. അപ്പം അതുകൊണ്ടാണ് വണ്ടി ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ R15 സ്റ്റോക്ക് അലോയിൽ NSൻ്റെ ഡിസ്ക്, ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ള ഡിസ്ക്. NSൻ്റെ ഡിസ്ക് വെക്കാൻ വേണ്ടി പോവാണ്, അതായത് ഡ്യൂൾ ഡിസ്ക് ചെയ്യാൻ വേണ്ടി. വർക്കിംഗ് അല്ല, ജസ്റ്റ് കാണാൻ ഷോയ്ക്ക് വേണ്ടി മാത്രമുള്ളൊരു ഇതാണ്. അപ്പം ഇതിനായിട്ട് നമ്മൾ NSൻ്റെ ഒരു ഡിസ്ക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് 8ൻ്റെ ഒരു നട്ട് ബോൾട്ട്, ഇതാണ് എടുത്തിരിക്കുന്ന നട്ട്. ഇങ്ങനെ രണ്ട് നട്ട് ബോൾട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ലെയ്ത്തിൽ കൊണ്ട് കൊടുക്കാതെ ഡയറക്റ്റ് ജസ്റ്റ് ഒന്ന് വണ്ടി ജസ്റ്റ് ഇരിക്കാൻ ആ ഒരു സെറ്റപ്പിൽ ചെയ്യുന്നത്. ലെയ്ത്തിൽ കൊണ്ട് കൊടുക്കുന്നൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ വീട്ടിൽ ഇരുന്ന് തന്നെ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇത്രയും വലിയൊരു രണ്ട് വാഷർ എടുത്തിട്ടുണ്ട് നീട്ടമുള്ള. അപ്പം ഈ വാഷർ ഈ ഗ്യാപ്പിനിടയിൽ കയറ്റിയിട്ട് വെളിയിൽ നിന്ന് ടൈറ്റ് ചെയ്യും, ഇവിടുന്ന് ടൈറ്റ് ചെയ്യും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് സിറ്റിംഗ് ആയിട്ടിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് ഡെമോ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇവിടെ ആദ്യമേ വൺ സൈഡായിട്ട് നമ്മൾ കയറ്റണം. ആദ്യമേ ഇത് ഇവിടം ഇതിനുള്ളിൽ കറക്റ്റ് കയറ്റുക, അത് കഴിഞ്ഞിട്ട് ഇതും കയറ്റുക. ഓക്കെ, അപ്പോൾ ഏകദേശം ലോക്കായിട്ടിരിപ്പുണ്ട്. ഇനി ഇത് സിമ്പിളായിട്ട് ടൈറ്റ് ചെയ്യാം. അപ്പം ഏകദേശം ഒരു ലുക്ക് കാണിക്കാനാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. NSൻ്റെ ഡിസ്കിന് നല്ല സൈസ് ഉണ്ട് കേട്ടോ. V2ൻ്റെ വെച്ച് നോക്കും, V2ൻ്റെ ചെറിയ ഡിസ്ക്കാണ് വരുന്നത്. അപ്പർ സൈഡിൽ ഇരിക്കുന്ന V2ൻ്റെ സ്റ്റോക്ക് ഡിസ്ക്കാണ്. ഓക്കെ, അപ്പോൾ ഇത് ഏറ്റവും കുറഞ്ഞ സെറ്റപ്പിൽ, അതായത് ഏറ്റവും ചീപ്പായിട്ട് ചെയ്യുന്ന പരിപാടി ഞാൻ പറഞ്ഞു. അല്ലേ നമുക്കിപ്പോൾ ലെയ്ത്തിൽ കൊണ്ടുപോയിട്ട് ഇവിടെ വേറൊരു ഹബ്ബായിട്ട് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ അതൊക്കെ ഇച്ചിരി എക്സ്പെൻസീവുമാണ്, അത്യാവശ്യം നല്ലപോലെ സമയം പിടിക്കുന്നതാണ്. ഇതിപ്പം ജസ്റ്റ് ഇതും കയറ്റിയിടുക, ഇവിടെ നിന്ന് ഈ നട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക, ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇത് ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് നട്ടും ഒരേപോലെ ടൈറ്റ് ചെയ്യുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മുടെ ഇത് സ്പീഡോമീറ്ററിൻ്റെ സാധനം വരുന്നത്. അപ്പം ഇതിനകത്ത് ഫ്രീ ആയിട്ടിരിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ ഇതിരുന്നാൽ മാത്രമേ നമുക്ക് മീറ്ററിൽ സ്പീഡോമീറ്റർ കാണത്തുള്ളൂ. അപ്പോൾ ഇത് രണ്ടും ഒരേപോലെ ടൈറ്റ് ചെയ്ത് ഈ സർക്കിൾ, അകത്തെ ഈ സർക്കിൾ കറക്റ്റായിട്ട് നിൽക്കുന്ന പോലെ ചെയ്യണം. ഇതാണ് ലാസ്റ്റത്തെ ലുക്ക് എന്ന് പറയുന്നത്. ഇത് NSൻ്റെ ഡിസ്കും ഇത് V2ൻ്റെ ഡിസ്കും. അപ്പം ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് വെക്കാനുള്ള വേ. അപ്പം ഇതിൻ്റെ സ്റ്റേകളൊക്കെ വരുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതൊരു സ്റ്റേ, പിന്നെ അത് അവിടെ വേറെ സ്റ്റേ. അപ്പം മൊത്തം കൂടി ഇത്ര സ്റ്റേയിലാണ് ഈ ഇത് വെക്കുന്നത്. അപ്പോൾ നമുക്കിത് വലിയ ഹബ്ബൊന്നും കൊടുത്ത് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വലിയ പിടുത്തം വരുന്നതല്ല. കാരണം ഈ ഡിസ്കിൻ്റെ അവിടെ ഈ സാധനം ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ അവിടെ വലിയ പ്രഷർ വരുന്നതല്ല. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഇനി എന്തായാലും നമ്മൾ ഈ മാസ്ക് ഞാൻ പറഞ്ഞില്ല, ഇത് നമ്മുടെ V2 ആണ്. അപ്പോൾ ഇത് ക്രോസ് പ്ലെയിനിലോട്ട് കൺവേർഷൻ ചെയ്യാനുള്ള വണ്ടിയാണ്. അപ്പോൾ ഈ കിറ്റിൻ്റെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമ്മൾ നമ്മുടെ അലോയുടെ കാര്യത്തിലൊക്കെ തീരുമാനമാകത്തുള്ളൂ. പിന്നെ ഇതിൽ USDയുടെ മറ്റേ ഡെമോ USD ഒക്കെ ചെയ്യാനുള്ളതാണ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.